യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെയും ഒരിടത്താവളം ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു. എല്ലാ സായാഹ്നങ്ങളിലും അവിടെ കുടുസായ മുറിയിൽ സിനിമാ ഭ്രാന്തന്മാരുടെ ഒരു സംഘമുണ്ടായിരുന്നു. പ്രിയദർശൻ, മോഹൻലാൽ, സുരേഷ്, അശോകൻ, സനൽ തുടങ്ങിയ സംഘം. അക്കൂട്ടത്തിൽ സിനിമയെക്കുറിച്ച് വളരെ അവധാനതയോടെ പറഞ്ഞിരുന്ന ആളാണ് സുരേഷ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സുരേഷ് സുന്ദരനാണ്, അതുകൊണ്ട് നാളെ ഒരു നായക നടനായി സുരേഷ് വരുമെന്നാണ്. പക്ഷേ മോഹൻലാൽ സൂപ്പർ താരമായി, പ്രിയദർശൻ സൂപ്പർ സംവിധായകനായി, സൂപ്പർ നിർമ്മാതാവായി മാറാൻ സുരേഷിന് കഴിഞ്ഞെങ്കിലും സുരേഷ് നടനരംഗത്തു നിന്നും സംവിധാന രംഗത്തു നിന്നും വഴിമാറിപ്പോകാനിടയായ കാരണമെന്താണ്? സുരേഷ് ഇത് വലിയൊരു കോംപ്ലിമെൻ്റ് കേട്ടോ. അത് ചെറിയാനുമായിട്ടൊരു മാച്ച് ഫിക്സിംഗ് നടത്തിയാണെന്ന് എനിക്ക് ഇല്ല. ചെറിയാൻ ഫിലിപ്പ് ഞാൻ പണ്ട് പോലെ അറിയാതെ അദ്ദേഹം KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം വലിയ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അന്ന് മുതൽ മേനക പറഞ്ഞ പോലെ മനസ്സുകൊണ്ട് KSUക്കാരൻ തന്നെയാണ്. ആര്? ചെറിയാൻ ഫിലിപ്പ് അല്ല, അന്ന് നിറഞ്ഞ യൗവനമാണ് ഇന്നും. അതെ, തീർച്ചയായിട്ടും. അപ്പം പുള്ളി അന്ന് അവിടെ ഞങ്ങളുടെ കോഫി ഹൗസിൽ പുള്ളി സ്ഥിരം സന്ദർശകനായിരുന്നു. എനിക്ക് അഭിനയത്തോടൊരു താല്പര്യം ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ തുടങ്ങിയത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ്. സംവിധാനത്തോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫിയോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് ആ കാലഘട്ടത്തിൽ എൻ്റെ ലൈറ്റമ്മും ക്യാമറ ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തു. ലാലിനെ വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോൾ. അല്ലായിരുന്നെങ്കിൽ അതായിരുന്നു ഒരു വലിയൊരു ചരിത്രമായിട്ട് നമുക്കിന്ന് ഹിസ്റ്ററി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം. അത് വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻ പ്ലേ ചെയ്യായിരുന്നു. അത് മോഹൻലാൽ എൻ്റെ വീട്ടിൽ നിന്ന് ലാൽ നടന്നു വരുന്നതും ഒക്കെ ഞാൻ എൻ്റെ ഐറ്റമും ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അതായിരിക്കണം ഒരുപക്ഷെ ലാൽ ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്ത സംഭവം, അതായത് ഒരു മൂവി സംഭവം. അശോകൻ്റെ പടമല്ല, യഥാർത്ഥത്തിൽ സുരേഷിൻ്റെ ക്യാമറയിലാണ് ആദ്യം ലാൽ വന്നത്. അപ്പോൾ അന്ന് അശോകൻ്റെ പടത്തിൻ്റെ ലാലിൻ്റെ മുഖത്ത് ക്ലാപ്പ് അടിക്കുന്നത് ഞാനാണ് ആദ്യം. അതെ, അതിൻ്റെ ഐശ്വര്യമാണ് ഇപ്പോൾ കാണുന്നത്.